നമസ്കാരം. ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തതോടെ മാലിദ്വീപിന് തിരിച്ചടിയുടെ സമയമാണ്. ഇന്ത്യയെ തൊട്ടാൽ പൊള്ളുമെന്ന് മുഹമ്മദ് മൊയ്സുവിന് മനസ്സിലായിട്ടുണ്ട്. രാജ്യത്തെ കടക്കെണി കാരണം വികസന പദ്ധതികളൊന്നും ആരംഭിക്കാനാകില്ലെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ദ്വീപ് സമൂഹത്തിൽ മുങ്ങിക്കിടക്കുന്ന പദ്ധതികളെക്കുറിച്ച് പരാതിപ്പെടുന്ന ആളുകളുടെ സമ്മർദ്ദത്തിനാൽ മൊയ്സുവിന് സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. അടുത്ത 2 മാസങ്ങൾ മാലിയുടെ അവസ്ഥ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇത് ഏറ്റവും നിർണായക സമയമാണ്. രാജ്യത്തെ ദ്വീപുകളിലൊന്നായ കുറൈദു സന്ദർശനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. എന്നാൽ വരുമാനം നേടുന്നതിന് ആവശ്യമായ ജോലികൾ ചെയ്യാൻ തങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. ന്യൂഡൽഹിയുമായുള്ള മാലിയുടെ ബന്ധം അവസാനിപ്പിച്ചത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സർക്കാർ കടങ്ങൾ മാത്രമല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ കടമെടുപ്പും ഉയരുകയാണുണ്ടായത്. ഇപ്പോൾ മൊയ്സുവിന്റെ ജനങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റുപറച്ചിലാണ് ശ്രദ്ധ നേടുന്നത്. സുസ്ഥിര വികസനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളതിനാൽ യാഥാർത്ഥ്യം പരിഗണിക്കാതെ പഴയകാലത്തെ പൊതുരീതിയിൽ തറക്കല്ലിട്ടാൽ അത് ഫലം നൽകുന്ന ഒന്നാകില്ലെന്നും ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും മൊയ്സുവിന് നന്നായിട്ട് ഇപ്പോൾ അറിയാം. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരമേറ്റ മൊയ്സു ചൈനയുടെ നേർക്ക് ചെരിഞ്ഞിരുന്നു. ഇത് മാലിക്ക് വായ്പ നൽകുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ്. കടം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ട്. എനിക്ക് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഇക്കാരണത്താൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ പദ്ധതികളും ആരംഭിക്കാനും എല്ലാ ദ്വീപുകളിലും ഒരേ സമയം പുതിയ പദ്ധതികൾ ആരംഭിക്കാനും കഴിയില്ല. എല്ലാവരുടെയും അഭ്യർത്ഥനകൾ ഒരേ സമയം നിറവേറ്റുമെന്ന് ജനങ്ങളോട് പറയാനാകില്ലെന്നും മാലിദ്വീപ് പ്രസിഡന്റ് പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ. പാരമ്പര്യമായി ലഭിച്ച സമ്പദ് വ്യവസ്ഥ മോശം അവസ്ഥയിലാണ്. കടത്തിന്റെ തോത് കാരണം ഞങ്ങൾ നടപടി കൈക്കൊള്ളേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന മൊയ്സു ലോകബാങ്കിന്റെയും IMFിലെയും ഉദ്യോഗസ്ഥരുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പരിഹാരമാണ് സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുകയെന്നും അവർ സമ്മതിച്ചതായും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നതല്ലേ, യഥാർത്ഥ അവസ്ഥ എന്തെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഇന്ത്യ ഒന്ന് പിന്മാറിയാൽ നിലം പതിക്കുന്നതാണ് മാലിദ്വീപെന്ന് മുഹമ്മദ് മൊയ്സുവിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.